പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. ഒരുത്തിന് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുമോ? നല്ലൊരു ചോദ്യമാണ് അപ്പോസ്തലനായ യാക്കോബ് രാവിലെ സമയം തൻ്റെ ലേഖനങ്ങളിൽ കൂടെ നമ്മോടും ചോദിപ്പാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് നാം അറിയുന്നു. എല്ലാവർക്കും വിശ്വാസമുണ്ട്. എന്താണ് വിശ്വാസം? യേശുക്രിസ്തു ദൈവമാണെന്ന്, അല്ലെങ്കിൽ ദൈവം എന്നൊരു വിശ്വാസം. എന്നാൽ ഈ ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസമാണ് ചില പ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഉദാഹരണമായി, അബ്രഹാം എന്ന ഒരു ദൈവപുരുഷൻ, അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്നൊരു അരുളപ്പാടുണ്ടാകുന്നു, നീ നിന്റെ ഏകജാതനായ പുത്രനെ മോറിയാദേശത്തെ മലയിൽ കടന്നി എന്ന് യാഗമർപ്പിക്കണം. നീണ്ട 25 വർഷക്കാലം കാത്തിരുന്ന് പ്രാപിച്ചൊരു വാഗ്ദത്ത സന്തതിയാണ്. മാത്രമല്ല, അതിനു മുമ്പേ ധാരാളം പ്രാവശ്യം യഹോവയിൽ നിന്ന് വാഗ്ദത്തങ്ങളും അരുളപ്പാടുകളും പ്രാപിച്ചു. ഞാൻ നിന്റെ സന്തതിയെ കടൽക്കരയിലെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രം പോലെയും വർദ്ധിപ്പിക്കുമെന്ന്. അങ്ങനെ ആദിജാതനായി തനിക്ക് ലഭിക്കപ്പെട്ടതായ ഈ ഇസഹാക്കിനെ യാഗമർപ്പിക്കാൻ പറയുമ്പോൾ വിഘ്നം കൂടാതെ, മറ്റൊരു ചിന്ത കൂടാതെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ, ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ അതുപോലെ അംഗീകരിച്ച് പ്രവർത്തിക്കുവാൻ ആരംഭിച്ച ഒരു ദൈവപുരുഷനായിരുന്നു അബ്രഹാം. തൻ്റെ പ്രവൃത്തി കൊണ്ട് താൻ ദൈവത്തെ വിശ്വസിപ്പാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, യാഗപീഠം ഉണ്ടാക്കി കൈകാലുകൾ കെട്ടപ്പെട്ടവനായ പൈതലിനെ യാഗപീഠത്തിന്മേൽ കിടത്തി കത്തി മേപ്പോട്ട് എടുക്കുമ്പോൾ ഇതാ ഒരു ശബ്ദം, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. അപ്പോൾ തന്നെ യാഗത്തിനുള്ള വസ്തുവിനെ യഹോവയായ ദൈവം കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ യാഗം കഴിക്കുന്നു. എന്താണ് അബ്രഹാമിനെ ഇതിന് പ്രേരിപ്പിച്ച ഘടകം? അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത്, ഈ മകനെ യാഗമാക്കി കഴിഞ്ഞാൽ ആ യാഗത്തിൽ ഉണ്ടാകുന്ന ചാരത്തിൽ നിന്ന് എനിക്ക് തലമുറകളെ ഉണ്ടാക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണെന്നൊരു വിശ്വാസം. അതുവരെ അബ്രഹാം അത് കണ്ടിട്ടില്ല. എന്നാൽ അബ്രഹാം വിശ്വസിക്കുന്നു, ചാരത്തിൽ നിന്ന് എനിക്ക് മക്കളെ തരുവാൻ, തലമുറകളെ തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന്. അങ്ങനെ പ്രവർത്തിയാൽ ദൈവത്തെ സന്തോഷിപ്പിച്ചു. ദൈവത്തെ വിശ്വസിച്ച അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേർ വരുവാൻ കാരണമായി തീർന്നു. മാത്രമല്ല, ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ കടൽക്കരയിലെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്ര പോലെയും അനേകമായ സന്താനങ്ങളെ കാണുവാൻ അബ്രഹാമിന് ദൈവം ഭാഗ്യം കൊടുത്തു. എന്താണ് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന രഹസ്യം? വിശ്വാസമുണ്ട് എന്ന് നാം പറയുന്നുവെങ്കിലും പലപ്പോഴും ഒരു പ്രവൃത്തി പോലും ചെയ്യുവാൻ, ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് രാവിലെ സമയം പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ആരംഭിക്കുക. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കുന്നവൻ ദൈവമാണ്. ആ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണമോ? ആ പരീക്ഷ എഴുതണമോ? ആ ബിസിനസ് തുടങ്ങണമോ? ആ കാര്യം ചെയ്യണമോ? ആ ഭവനം ആരംഭിക്കണമോ? ആ വിവാഹം നടക്കണമോ? ഇങ്ങനെ അനവധിയായ വിഷയങ്ങളെ ദൈനംദിന ജീവിതത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട് നാം മുന്നേറുകയാണ്. ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്ന് പ്രാപിച്ച വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ പ്രവൃത്തി നമുക്ക് വളരെ ആവശ്യമാണ്. പ്രവൃത്തി കൂടാതെ ഉള്ള വിശ്വാസം നിർജീവമാണ്. ആകയാൽ രാവിലെ സമയം പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ആരംഭിക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന പ്രേരണ ദൈവത്താൽ തന്നിരിക്കുന്ന പ്രേരണയാണ്. അതിനായി നിങ്ങൾ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക, കൈകളെ നീട്ടുക, കരങ്ങൾ പ്രവർത്തിക്കട്ടെ. വിശ്വാസം വർദ്ധിക്കും. അത് ദൈവം അത്ഭുതകരമായി പരിണമിച്ച് നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കും. ആകയാൽ പ്രവൃത്തിയില്ലാതെ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിഷ്ഫലമാണ്. പ്രവൃത്തിയോടുകൂടി നാം വിശ്വസിച്ചാൽ അത് മഹത്വകരമായ അനുഭവത്തിലേക്ക് നമ്മെ നടത്തും. ആകയാൽ പ്രവൃത്തിയോടുകൂടി ദൈവത്തെ വിശ്വസിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം അത്ഭുതങ്ങളെ കാണുവാൻ നമ്മെയും ഇടയാക്കി തീർക്കും. അതിനായി നമുക്ക് രാവിലെ ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.